നമ്മൾ ബോഡിയിലെ എല്ലാ ജോയിൻസും അനക്കാൻ ശ്രമിക്കണം. അതിനായി അപ്പർ ബോഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നെക്ക് എല്ലാ സൈഡിലേക്കും ടേൺ ചെയ്യണം. ടു റൈറ്റ് സൈഡ്, ടു ലെഫ്റ്റ് സൈഡ്, ഫോർവേഡ്, ബാക്ക്വേഡ്. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യണം. 2 കൈകളും റൊട്ടേറ്റ് ചെയ്യണം. ഷോൾഡർ ജോയിൻറ്റ് മാത്രമല്ല, എൽബോ ജോയിൻറ്റും റിസ്റ്റ് ജോയിൻറ്റും എല്ലാ ജോയിൻറ്റുകളും ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തതായി ഹിപ്പ് ജോയിൻറ്റ് മൂവ് ചെയ്യണം. ഫോർവേഡ്, ബാക്ക്വേഡ്, പിന്നെ സൈഡ് വേസ്. അതിനുശേഷം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യണം. അതിനുശേഷം ലെഗ്സ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. 2 കാലുകളും ആങ്കിൾ ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ് എല്ലാതും റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തതായി നിങ്ങൾ ഇതേപോലെ കംഫർട്ടബിളി യോഗ മാറ്റുമേ കിടക്കണം. കാലുകൾ 2 സൈഡിലേക്കും കുറച്ച് അകത്തി വെച്ചിട്ട് കൈകൾ 2 സൈഡിലും ഇങ്ങനെ വെക്കണം. എന്നിട്ട് സ്ലോ ബ്രീത്ത് ചെയ്യണം. ഇത് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾക്ക് ഈ പോസിൽ തുടരാം. അടുത്തതായി ഏതെങ്കിലും ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്ന ശേഷം നിങ്ങളുടെ ഐ ലെവലിൽ ആംസ് ലെങ്ത്, അതായത് ഒരാം ലെങ്ത്തിൽ ഒരു കാൻഡിൽ കത്തിച്ച് വെക്കണം. എന്നിട്ട് അതിൻ്റെ വിക്ക്, അതിൻ്റെ തിരിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇതൊരു 5 മിനിറ്റിനെങ്കിലും ഈ എക്സസൈസ് തുടരണം. അടുത്ത പോസിനായിട്ട് കാലുകൾ ആദ്യം നീട്ടി വെച്ച ശേഷം ഇതേപോലെ ഡയമണ്ട് പോസിലേക്ക് മടക്കി വെക്കണം. ഇനി മെല്ലെ കിടന്നിട്ട് കൈകൾ 2 സൈഡിലേക്കും ഇതേപോലെ വെക്കാം. എന്നിട്ട് സ്ലോ ബ്രീത്ത് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് തുടരാം. അടുത്ത പോസിനായി മുട്ട് കുത്തിയ ശേഷം മെല്ലെ കാലുകൾ മെരിക്കാം. അതിനുശേഷം ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യണം. തല മാറ്റുമേ മുട്ടിച്ച ശേഷം കൈകൾ ഇതേപോലെ പുറകിലേക്കോ അല്ലെങ്കിൽ മുന്നിലേക്കോ വെക്കാം. എന്നിട്ട് സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യണം. ഈ പോസ് 5 മിനിറ്റെങ്കിലും തുടരണം. അതിനുശേഷം തിരിച്ചു വരാം. ഈ പോസ് ചെയ്യാൻ വേണ്ടി ആദ്യമേ കാലുകൾ ഇതേപോലെ മടക്കി ബോഡിയിലേക്ക് മാക്സിമം അടുപ്പിക്കണം. കൈകൾ രണ്ടും വെച്ചിട്ട് കാലുകൾ പിടിച്ച ശേഷം തല മുട്ടുകളുമേ ടച്ച് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യാം. ഈ പോസ് 3 മുതൽ 5 മിനിറ്റ് വരെ തുടരാം. എന്നിട്ട് തിരിച്ചു വരണം. ഈ പോസിനായി ആദ്യം കാലുകൾ നിവർത്തി വെച്ച ശേഷം ഓരോ കാലും മടക്കി ഇതേപോലെ വെക്കണം. എന്നിട്ട് നിവർന്നിരുന്ന ശേഷം ഒരു കൈ ആദ്യം മുകളിൽ നിന്നും മറ്റേ കൈ താഴെ നിന്നും പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതേപോലെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യണം. 3 to 5 മിനിറ്റ്സ് ഈ പോസ് തുടരാം. എന്നിട്ട് ഇതേ പോസ് തന്നെ വീണ്ടും കാലുകളുടെ പൊസിഷനും കൈകളുടെ പൊസിഷനും മാറ്റിയ ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഈ പോസ് ചെയ്യാനായി ആദ്യം കമന്ന് കിടന്ന ശേഷം കൈകൾ ഇതേപോലെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ താഴേക്ക് വെച്ച ശേഷം ബോഡി പതുക്കെ ലിഫ്റ്റ് ചെയ്യാം. ഈ പോസ് 3 മുതൽ 5 മിനിറ്റ് വരെ തുടരാം. സ്ലോ ബ്രീത്ത് ചെയ്തിട്ട് തുടരാം. എന്നിട്ട് തിരിച്ചു വരാം. ഈ പോസ് ചെയ്യാനായി ആദ്യമേ കമന്ന് കിടന്ന ശേഷം നെറ്റി മാറ്റുമേ മുട്ടിക്കാം. എന്നിട്ട് കൈകൾ ഇതേപോലെ കാലുകളിലെ താഴെ വെച്ച് കാലുകൾ സപ്പോർട്ട് ചെയ്ത ശേഷം കാലുകൾ മെല്ലെ പൊന്തിക്കാൻ ശ്രമിക്കാം. സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യുക. 3 മുതൽ 5 മിനിറ്റ് വരെ ഈ പൊസിഷനിൽ തുടർന്ന ശേഷം കാലുകൾ തിരിച്ചു കൊണ്ടുവരാം. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡീനെ കംപ്ലീറ്റ് ആയിട്ട് അറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ഹാർട്ടുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബോഡീനെ കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ ജോയ് ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. മൈൻഡ് മാക്സിമം പീസ്ഫുൾ ആക്കി വെക്കുക. 10 മിനിറ്റ് തുടർന്ന ശേഷം ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം.